മാനസമൈനാ. അതിനാ സത്യം പറ, ഹരിശങ്കർ എന്നെ പൂട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടില്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏയ് അല്ല അണ്ണാ, എനിക്കറിയില്ലേ, ഹരിശങ്കർ അല്ല കേരള പോലീസ് മുഴുവൻ വിചാരിച്ചാലും അണ്ണനെ പൂട്ടാൻ കഴിയില്ലെന്ന്. അണ്ണൻ ആരാ മുതല്? കാട്ടുപൂച്ചയുടെ ജന്മല്ലേ മോനെ. നീ അണ്ണനെ കിളത്താടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആ ഏതാ നീ സത്യം പറ, നീ മുങ്ങിയതില്ലേ ഇവിടുന്ന്? എന്തിനണ്ണാ? ഹരിശങ്കർ എന്നെ പൊക്കുമ്പോ കൂട്ടുപ്രതിയായി നിനക്കും തറവാട്ടി കയറേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് ഇല്ലടാ. നിന്നെ പരിചയപ്പെട്ടെന്നൊക്കെ നിനക്ക് കുറച്ചുകൂടി ഗട്സ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇതൊരുമാതിരി അയ്യേ, ഒരു ഓലപ്പടക്കം പൊട്ടുമ്പോ കണ്ണടച്ച് പേടിച്ച് നിൽക്കുന്ന ചില കൊച്ചു പിള്ളേരെ പോലെ. അണ്ണന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ സത്യം അണ്ണാ. ഞാനും ചേച്ചിയും മുത്തശ്ശനും മുത്തശ്ശന്റെ കുടുംബ വീട്ടിൽ പോയതാ, അങ്ങ് കണ്ണൂര്. ചേച്ചീനെയും കാരണവരെ അവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ചെത്താന്നാ കരുതിയത്. അവിടെ അങ്ങ് പെട്ടുപോയതാ. പിന്നെ ഒടുക്കത്തൊരു പനി അങ്ങ് പിടിച്ചു. വൈറൽ ഫീവർ ആന്നേ. കോപ്പാണെന്നാ എണീറ്റ് പോടാ. വൈറൽ ഫീവർ, പേടിപ്പനിയാ, പേടിപ്പനി. ഇങ്ങനെ നീ ചെന്നിട്ട് അവളെ കണ്ടോ, നിന്റെ മൈനെ? കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? വല്ല മാറ്റമുണ്ടോ? അതോ അവളുടെ പ്രസവം കഴിഞ്ഞ് വേണമെങ്കിൽ കൊച്ചിനെ നോക്കുന്ന പണി തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും എടാ. പഴയ പോലല്ല കേട്ടോ. എന്നെ പൂട്ടാൻ ആ വീടിന് ചുറ്റും പല വേഷത്തിലും ഭാവത്തിലും പോലീസുകാരെ എപ്പോഴൊക്കെയാ അഴിച്ചു വിടുന്നതെന്ന് പറയാനൊക്കില്ല. വെറുതെ ഒന്ന് കേറി കൊടുക്കരുത്. ആ ഇപ്പൊ വേറൊരുത്തനാ കാവല്, ഒരു ജോണോ ജോൺസണോ. മറ്റേ അവനില്ലേ ലോനപ്പൻ, അവനെ പോലൊന്നുമല്ല, ചീമിട്ടായിട്ടാ. അതുകൊണ്ട് ഇനി നീ ഒരുപാട് അങ്ങോട്ട് പോകാതിരിക്കുന്ന ബുദ്ധി. നീ പോകുമോടെ എനിക്കറിയാം. കാര്യം നീ ഒരു വഴുവഴുപ്പനാണെങ്കിലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ നിനക്ക്? നീ ഒരുത്തിയെ സ്നേഹിക്കുന്നു, ചങ്കു പൊറിച്ച് സ്നേഹിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവളെ തന്നെ സ്നേഹിക്കൂ. ഈ ഉറപ്പ് ചങ്കൂറ്റുള്ളൊരാണിന്റെയാ. അതുകൊണ്ടാ എനിക്ക് നിന്നെ ഇഷ്ടം. നീ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. മൈനെയും മയിലിനെയും കുയിലിനെയും ഒന്നിച്ച് കൈയോടെ ഇങ്ങ് പൊക്കിക്കൊണ്ട് തരാൻ ഞാൻ. വേണോ? അത് വേണ്ട. എനിക്കിപ്പോ ഒരു പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നെ മനസ്സിലാക്കും. ഈ സ്നേഹം എന്ന് പറയുന്ന പണ്ടാരത്തിന് അങ്ങനൊരു കുഴപ്പമുണ്ടാകും. കത്തിക്കരിഞ്ഞ് ചാരായാലും ശരി, ആ ചാരത്ത് കിടന്ന് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും. സിധു, എന്താ സിധു? സിധു കരയായിരുന്നോ? പിന്നെന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്?
എന്താ സിദ്ധു? എന്നോട് പറ. ഒന്നുമില്ല. എന്നോട് വിളിക്കണ്ട. എനിക്കറിയണം. എന്റെ സിദ്ധുവിന്റെ കണ്ണ് നിറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് അറിയണം. ഏയ്, ഒന്നുമില്ലടോ. ഞാൻ വെറുതെ. ഏയ്, എന്താ ഇപ്പൊ ഇങ്ങനെ? മാനസാ, ഞാൻ പറയട്ടെ സിദ്ധുവിന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന്. എന്തിനാ സിദ്ധു കരഞ്ഞെന്ന്? നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടല്ലേ? എന്നെ വെറുക്കല്ലേ? എന്തിന്? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സ്. ഒരു കുഞ്ഞിനെ ഓമനിക്കാൻ എത്ര കൊതിച്ചതാ സിദ്ധു എന്ന് എനിക്കറിയാം. സിദ്ധുവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിവില്ലാത്തവളാ ഞാൻ. ശാപം കിട്ടിയ ജന്മം. എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്നോട് വെറുപ്പിന്റെ ഒരു കണികയെങ്കിലും തോന്നി തുടങ്ങിയ പറയണം. ഒന്നിനും കൊള്ളാത്ത ഈ ജന്മം അവസാനിപ്പിച്ച് തന്നോളാം ഞാൻ. മാനസേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും നിന്റെ കുറ്റമല്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെ? നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന ഇതെല്ലാം എല്ലാവർക്കും നിന്നോട് ദേഷ്യമെന്നും വെറുപ്പാന്നും ഒക്കെ. അങ്ങനെയൊന്നും ഇല്ല. സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും. അല്ലാതെ സ്നേഹമൊന്നുമല്ല സിദ്ധു, സഹതാപം. അത് ആരും എന്നോട് സഹതപിക്കണ്ട. അത് മാത്രം എനിക്കിഷ്ടമല്ല. എന്നെ ശപിച്ചോട്ടെ, വേണമെങ്കിൽ കരണത്തടിച്ചോട്ടെ. പക്ഷെ സഹതാപം അത് വേണ്ട. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്തവളോട് കാണിക്കുന്ന ആ സഹതാപം എനിക്ക് വേണ്ട. മനസ്സേ, മറ്റാരും എന്തും പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും എന്നെ കണ്ടോട്ടെ. എന്റെ കൂടെ സിദ്ധു ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. ഈ സ്നേഹം മാത്രം മതി. മരിക്കാതെ പിടിച്ചു നിന്നോളാം ഞാൻ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുത്. മനസ്സാ, കരയാതെ. ഒന്നുമില്ല, ഒന്നുമില്ല. തനിച്ചിരുന്ന കരയാ? എന്തേ? ഇന്നെനിക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരവാദിയാ. അത് നിഷേധിക്കാനാവോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഹരിയേട്ടനോട് എന്നും ഒച്ച വെച്ചത്. നിങ്ങളാ എനിക്ക് പലതും ചൂണ്ടിക്കാണിച്ചു തന്നത്. എന്നിട്ടിപ്പൊ നഷ്ടങ്ങളെല്ലാം മാനസയ്ക്ക്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ അല്ലേ ഗൗരിയെടുത്തി? മാനസേ, സ്വന്തം ഭർത്താവും മറ്റൊരുത്തിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തതും ആ കുഞ്ഞിനെ അവളെയും കാണാനും സംരക്ഷിക്കാനും നിങ്ങളുടെ കിടക്കയിൽ നിന്നും
പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ പലവട്ടം ഇറങ്ങിപ്പോയപ്പോ നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഗൗരിയെടുത്തി എന്ന് നിങ്ങൾക്ക് വേണ്ടി ഹരിയേട്ടനോട് എന്നും വാദിച്ചവളാ ഞാൻ, ഇല്ലേ? ഒടുവിൽ മൈനയുടെ കൂടെ ഹരിയേട്ടൻ താമസമാക്കിയെന്നറിഞ്ഞപ്പോ ആരോടും ഒന്നും പറയാതെ നിറമിഴികളോടെ ഈ പടി ഇറങ്ങി പോയി നിങ്ങള്. അന്ന് നിങ്ങളെ ഓർത്ത് ഒത്തിരി കരഞ്ഞവളായി മനസ്സാ. അത്രയ്ക്കിഷ്ടമായിരുന്നു ഗൗരിയെടുത്തി എനിക്ക് നിങ്ങളെ. അതുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹരിയേട്ടനോട് അരുതാത്ത വാക്കുകൾ പറഞ്ഞത്. അന്ന് എന്റെ കുഞ്ഞിനെയും എന്റെ സ്വപ്നങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലേ? ഹരിയേട്ടൻ വന്ന് വിളിച്ചപ്പോ എല്ലാം സഹിക്കാൻ തയ്യാറായി നിങ്ങൾ തിരികെ വന്നു. ഭർത്താവ് ആരുടെ കൂടെ ആയാലെന്താ? കഷ്ടം. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾക്കിപ്പോഴും എങ്ങനെ അങ്ങേർക്കൊപ്പം എല്ലാം മറന്ന് കഴിയാൻ കഴിയുന്നു? ഇപ്പോഴും മൈന എന്ന വൃത്തികെട്ടവൾക്കൊപ്പം ഉണ്ടുറങ്ങിയും കഴിയാൻ ആഗ്രഹിക്കുന്ന എന്റെ ഏട്ടൻ എന്ന ആ മനുഷ്യനൊപ്പം അറപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? മനസ്സേ മതി, ഇനിയൊന്നും പറയണ്ട. നമ്മൾ ചിന്തിക്കുന്നതൊന്നും ചിലപ്പോ ശരിയായിക്കൊള്ളണമെന്നില്ലെങ്കിലോ? ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. എന്ത് മനസ്സിലാക്കാൻ? എനിക്കറിയില്ല. ഒന്നും നീ എന്നോട് ചോദിക്കല്ലേ. ശരിയാണ്, നീ എന്നും എനിക്ക് വേണ്ടി വാദിച്ചവളാണ്. ഹരിയേട്ടനേക്കാൾ എന്നെയാണ് നീ സ്നേഹിച്ചതും വിശ്വസിച്ചതും. നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെന്നും നിന്നോട്. പക്ഷെ മനസ്സെ സത്യം എന്താണെന്ന്. സത്യോ? എന്ത് സത്യം? ഞാനറിയാത്ത എന്ത് സത്യം നിങ്ങൾക്കറിയാവുന്നത്? പറ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിട്ട് മതി. നിങ്ങൾക്കിവിടെ ആ പഴയ ഏട്ടത്തിയുടെ റോള്. പറ, എന്ത് സത്യങ്ങളാ നിങ്ങൾക്കുള്ളിൽ? സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കാൻ സ്വയം മെനഞ്ഞെടുത്ത കള്ളങ്ങളാണോ നിങ്ങൾ ഈ പറയാതെ കഴിക്കുന്നത്? മനസ്സേ പ്ലീസ്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ? നിന്റെ ഈ അവസ്ഥയ്ക്ക് ആർക്ക് സങ്കടമില്ലെന്നാണോ? നിന്നേക്കാൾ അധികം നെഞ്ചുരുകി കഴിയുന്നത് ഞങ്ങളൊക്കെയാ. നോ, എനിക്ക് വേണ്ടി സഹതപിക്കാനും സങ്കടപ്പെടാനും ഒരാളുണ്ട്, എന്റെ ഭർത്താവ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്കാർക്കും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണീരൊന്നും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ? ഒക്കെ മറന്നൊന്ന് ജീവിക്കാൻ ശ്രമിക്കാം ഞങ്ങള്. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. എന്താ അമ്മേ, എന്താ വല്ലാതെ? അംബികെ, നമുക്ക് ചുറ്റും നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്
എന്റെ മനസ്സ് പറയുന്നു. ഒരാപത്ത് അതാരോ അഴിച്ചുവിട്ടതുപോലെ നമുക്ക് ചുറ്റും കാത്തു നിൽപ്പുണ്ടോ എന്ന് അമ്മയ്ക്കൊരു സംശയം. സൂക്ഷിക്കണം, നീയും വേണു ഒരുപാട് സൂക്ഷിക്കണം. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഈശ്വരന്മാരുടെ കണ്ണൊന്ന് തെറ്റിയാൽ തട്ടിയെടുക്കാൻ കാത്തിരിക്കുകയാണ് മരണം. അങ്ങനെ എന്റെ മനസ്സ് പറയുക മോളെ. അമ്മേ, പേടിക്കണ്ട, ഈ അമ്മ കാവലിരുന്നോളാം എന്റെ മക്കൾക്ക്. അമ്മയുള്ളപ്പോ ആരും ഒന്നും ചെയ്യില്ല എന്റെ മക്കളെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ അമ്മ, ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ചിലതൊക്കെ കൂട്ടി വായിക്കുമ്പോ ആപത്ത് അഴിച്ചുവിടുന്നവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നു. അമ്മേ, അപരിചിതർ നമ്മൾ അറിയാതെ വന്നു പോകുന്നുണ്ട് ഈ വീട്ടിൽ. അവർക്കൊക്കെ മരണത്തിന്റെ മുഖമുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. ഒക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഇവിടെ വന്ന് ആരും നമ്മളെ ഉപദ്രവിക്കാനും മാത്രം. എനിക്കറിയില്ല മോളെ, ഉള്ളിലെന്തോ ഒരു മോളെ. അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ? എന്തിനാ വെറുതെ ഇങ്ങനെ? അമ്മ കരയില്ലേ? മോളെ, എന്റെ മോൻ കാരണം എന്നും കണ്ണീര് കുടിച്ചവളാ നീ. ഈ അമ്മയതെ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടവൻ. ചെയ്ത മഹാപാപങ്ങൾക്കൊക്കെയുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് നിന്റെ വേണു. നിന്റെ പ്രാർത്ഥനയാ, അതുകൊണ്ട് മാത്ര അവൻ ഇന്ന് ജീവനോടെ ഇരിക്കാനുള്ള കാരണമെന്ന് അമ്മയ്ക്കറിയാം. ഇന്നിപ്പോ പുതിയൊരു ജന്മം എന്ന് പറഞ്ഞതുപോലെ അവൻ തിരികെ വന്നിരിക്കുക. എനിക്ക് മനസ്സിലാവും എന്റെ വേണുവിന് ഇപ്പൊ ജീവിക്കാനുള്ള കൊതിയുണ്ടെന്ന്. ഈശ്വരൻ കൊടുത്ത ഈ ശിക്ഷയുടെ കാലാവധി തീർന്നു. അവന്റെ അവശതയൊക്കെ ഭേദമായി. വേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ നീ ഉണ്ടാവണം അവന്റെ ഒപ്പം. നീ ഇല്ലെങ്കിൽ എന്റെ വേണുവിന് ഇനി ഒരു ജീവിതമില്ല മോളെ. എന്തിനമ്മ ഇങ്ങനെയൊക്കെ? ഞാനുണ്ടല്ലോ വേണോട്ടിനൊപ്പം. പിന്നെന്താ? അറിയാം, അമ്മയ്ക്കതറിയാം. എന്നാലും പറയുക, എന്റെ വേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ നിന്നെ അവന് നഷ്ടപ്പെടരുത്. അമ്മ, നിന്നെയാ ശത്രുക്കൾക്ക് വേണ്ടത്. അമ്പികെ, നിന്നെയാ. സൂക്ഷിക്കണം, സൂക്ഷിക്കണം എന്റെ മോള്. ഈ അമ്മയുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഈശ്വരന്മാരുടെ നോട്ടം തെറ്റിയാലും ഈ അമ്മയുടെ കാവൽ എന്റെ കൂടെ ഇല്ലേ? അമ്മയുടെ പ്രാർത്ഥനയില്ലേ? ഈ സ്നേഹം എന്നും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഈ സ്നേഹം നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. മോളെ, എന്നാലും എന്റെ സാവിത്രി, ചിരിച്ച് ചിരിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാ ഉത്തരം മുട്ടുമ്പോ വെട്ടിച്ചിരിച്ച് രക്ഷപ്പെടാനുള്ള മിടുക്ക്. എന്റെ അടുത്ത് കാണിക്കണ്ട. ഉത്തരം മുട്ടിന്നോ? അങ്ങനെ ഉത്തരം മുട്ടുന്ന ആളല്ല ഈ അരവിന്ദാക്ഷൻ. കാലം ഇത്ര ആയിട്ടും ഒരു ചോദ്യത്തിന്റെ മുമ്പിലും തോറ്റു തന്നിട്ടില്ല ഈ അരവിന്ദാക്ഷൻ. നിനക്കെന്താ സാവിത്രി അറിയേണ്ടത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ നീ നേരെ ചൊവ്വി അങ്ങ് ചോദിക്കേ.
അല്ലാതെ വാലും തുമ്പും ഇല്ലാതെ അവിടെ ഇവിടെയും കുത്തി നീ ചോദിക്കാതെ. നിങ്ങൾ നേരെ ചൊവ്വെ മറുപടി തന്നാ മതി. കഴിയോ? ഹാ, നീ ചോദിക്ക് സാവിത്രി. വേണുവിനെയും കൊണ്ട് അംബിക തോട്ടുവായിലേക്ക് പുറപ്പെട്ടന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? എന്തോന്നും സംഭവിച്ചു? അന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലയോ? പിന്നെന്തുവാ? അന്ന് അംബികയ്ക്കും വേണുവിനും ഒപ്പം ഞാൻ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചതാരാ? നിങ്ങളോ സീതാലക്ഷ്മിയോ?